ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തൈരിനെ കുറിച്ചുള്ള ഒരു അടിപൊളി ഒരു പാക്കാണ്. തൈര് നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക്, ഇപ്പോഴത്തെ വെയിലിന് ഏറ്റവും നമ്മുടെ സ്കിന്നിന് ഗുണം ചെയ്യണ ഒരു കാര്യമാണ് തൈര്. പാല് പോലെ തന്നെയാണ് നല്ല റിസൾട്ട് കിട്ടണ ഒന്നാണ് തൈര്. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൈര് എല്ലാ സ്കിന്നുകാർക്കും പറ്റുമോ എന്നുള്ളതാണ് പിന്നത്തെ ഒരു ഡൗട്ട്. അതായത് ഓയിൽ സ്കിന്നുകാർക്ക് ആണ് ഈ ഒരു കൂടുതൽ ഡൗട്ട് ഉണ്ടാവുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഓയിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് ഈ തൈരും കൂടി തേക്കുമ്പോൾ അവരുടെ സ്കിന്ന് നാശമായി പോവുമോ എന്നുള്ള ഒരു വിഷമം അവർക്കുണ്ടാവും. പക്ഷേ നമ്മുടെ നോർമൽ സ്കിന്ന് തൊട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റണ ഒരു കാര്യമാണ് തൈര്. അപ്പോൾ തൈര് എങ്ങനെയൊക്കെ ഉപയോഗിക്കണേ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. തൈരിൽ നമ്മുടെ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക്, അതായത് സ്കിന്നിൻ്റെ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് നമുക്ക് നല്ലൊരു ഗുണം കിട്ടും. അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കിന്നൊന്ന് സ്മൂത്ത് ആവാനായിട്ട് പറ്റും, അതുപോലെ തന്നെ ബ്രൈറ്റ് ആവാനായിട്ട് പറ്റും. പിന്നെ പിഗ്മെൻറ്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, തുടക്കക്കാരാണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ മുഖത്ത് നല്ല കരിവാളിപ്പൊക്കെയാണ്. ഇപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് പുറത്തേക്ക് പോയിട്ട് വന്നു, നമ്മുടെ മുഖം ഇപ്പോഴത്തെ വെയിലിന് കത്തി കരിവാളിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്തിരി തൈരെടുത്തിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് തൈരിൽ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പിഗ്മെൻറ്റേഷനും ആ കരിവാളിപ്പൊക്കെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാവുന്ന, ഈ ടാനൊക്കെ അടിച്ചിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ, മുഖം വേറെ കൈ വേറെ അങ്ങനെയൊക്കെ ആയിട്ട്, അപ്പോൾ ആ ഒരു വ്യത്യാസമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് തൈര് വളരെയധികം ഗുണം ചെയ്യും. പിന്നെ നമ്മൾ തൈര് മാത്രം മുഖത്തിട്ടിട്ട് കാര്യമില്ല, ഉള്ളിലോട്ട് നമ്മൾ കഴിക്കുന്ന കുറേ ഐറ്റംസ്, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞാൽ തന്നെ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഓട്ടോമാറ്റിക്കലി ചുളിച്ചിൽ വരും. പിന്നെ നമ്മൾ തൂങ്ങലായി എല്ലാ പ്രശ്നങ്ങളും വരും. അപ്പോൾ നമ്മൾ ഒരു നാച്ചുറൽ പാക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈവിരലുകൾ നമ്മുടെ മുഖത്തൊക്കെ നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നോർമലി നല്ല സ്മൂത്താക്കി ബ്രൈറ്റാക്കി കൊണ്ടുവരാനൊക്കെ പറ്റും, പ്രായം കുറയ്ക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇനി അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നോർമൽ തൊട്ട് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് തൈര് ഉപയോഗിക്കേണ്ടത് 2 ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ്. തൈരും ഇച്ചിരി തേനും മാത്രം മതി കേട്ടോ. അത് ഡെയിലി അവർ ചെയ്യുകയാണെങ്കിൽ അവരുടെ സ്കിന്നിനെ നല്ല രീതിക്ക് കൊണ്ടുവരാനും നല്ല ബ്രൈറ്റപ്പ് ആക്കി കൊണ്ടുവരാനൊക്കെ ആയിട്ട് നല്ല റിസൾട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം തന്നെ സ്ഥിരം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. പിന്നെ ഓയിലി സ്കിന്നുകാർ ഉപയോഗിക്കേണ്ടത് തൈരിൽ കുറച്ച് മുൾട്ടാനി മിട്ടിയാണ് അതിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ തേക്കേണ്ടത്. അതായത് തൈര് അവരുടെ ഓയിലിനെ കൂടുതൽ വലിച്ചെടുക്കാനായിട്ട്, സ്കിൻ ഇവിടുന്ന് നല്ല പോലെ ഉള്ളതിനെ വലിച്ചെടുക്കാനായിട്ട് നമുക്ക് മുൾട്ടാനി മിട്ടിയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് തൈര് എങ്ങനെ ഉപയോഗിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻസിറ്റീവ് എങ്ങനെ വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കിന്നിൽ നമ്മൾ പലതരം ക്രീമുകൾ ഒന്ന് തേച്ച് അപ്പോഴേക്കും നമ്മൾ അടുത്തത് കണ്ടു, അപ്പോൾ അടുത്തത് തേച്ച് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് ഓട്ടോമാറ്റിക്കലി സെൻസിറ്റീവായിട്ട് മാറുന്നത്, ഒന്നും മുഖത്ത് തേക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എത്തുന്നത്. ചെറുതായിട്ട് എന്തെങ്കിലും തേക്കുമ്പോൾ തന്നെ ചുട്ടുപുകച്ചിൽ, മുഖമൊക്കെ വന്ന് വീർക്കണ ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് വരുന്നത് നമ്മൾ കണ്ണി കണ്ട ക്രീമുകളൊക്കെ സ്ഥിരം ഒരെണ്ണം തേക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ വെളുക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളതല്ലേ. അപ്പോൾ അത് ഒരു പരസ്യം കണ്ട് അവരുടെ ആ ഒരു റിസൾട്ട് കാണുമ്പോൾ നമ്മളത് മേടിച്ച് തേക്കും. പിന്നത്തെ ആളുടെ കാണുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർ തൊട്ട് മുതിർന്നവർ വരെ ചെയ്യണ എളുപ്പ പണിയാണ് ഈ ക്രീമുകൾ മേടിച്ച് തേക്കുക എന്നുള്ളത്. അത് ഇന്നല്ലെങ്കിൽ നാളെ സ്കിന്നിന് വളരെയധികം ദോഷം ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവരുടെ സ്കിന്ന് സെൻസിറ്റീവായിട്ട് മാറുന്നത്. ആ ക്രീം തേക്കണവരെയൊക്കെ പെട്ടെന്ന് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാനായിട്ട് പറ്റും. വെയിലത്തേക്ക് അവരിറങ്ങുമ്പോൾ അവരുടെ മുഖം നല്ല ചൊകാന്നിരിക്കും. അവരുടെ സ്കിന്ന് നാശമായി തുടങ്ങിയെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തേക്കാനായിട്ട് നമുക്ക് തൈര് നേരിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല. തൈരിനെ നല്ലൊരു കോട്ടൺ തുണിയിൽ വെച്ച് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളം നമ്മൾ കളഞ്ഞിട്ട് ശേഷം ആ കട്ട മാത്രം എടുക്കുക. അതിലിച്ചിരി അലോവേര ജെല്ല് അത് മിക്സ് ചെയ്യുക, ഇച്ചിരി തേനും കൂടി മിക്സ് ചെയ്യുക. തേനില്ലെങ്കിലും കുഴപ്പമില്ല, അലോവേര ജെല്ലായാലും തൈരായാലും മിക്സ് ചെയ്തിട്ട് ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിനെ നമ്മൾ നേരെയാക്കി കൊണ്ടുവരാനായിട്ട് ആദ്യം ശ്രമിക്കുക. പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. പലരുടെയും സ്കിന്ന് നാശമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങനത്തെ കൃത്യമായിട്ടുള്ള കുറേ കാര്യങ്ങളുടെയാണ്. പക്ഷേ നമ്മൾ നേച്ചുറലായിട്ട് ചെയ്യുകയാണ്, നമുക്ക് നമ്മുടെ സ്കിന്നിന് ഏത് കാലത്തും ആ ഒരു തിളക്കം തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം അവരുടെ സ്കിന്ന് വളരെയധികം ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടാവും, അതുപോലെ ചുളിച്ചിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്, ഉള്ളിലോട്ട് വെള്ളം ചെല്ലാത്തതിൻ്റെയും കാര്യങ്ങളാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നോർമലായിട്ടുള്ളൊരു സ്കിന്നായതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ തൈരും ഇച്ചിരി തേനും മാത്രം മതി നമ്മുടെ സ്കിന്നിനെ നേരെയാക്കി എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഞാൻ വെറുതെ എവിടെയെങ്കിലും പോയിട്ട് വരാണെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾക്ക് തൈര് നമ്മൾ മുഖത്തിടാനായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. അത് നമുക്ക് നല്ലതാണ്. അത് കയ്യുമ്മലേക്ക് ഇട്ടാലും നല്ലതാണ് കേട്ടോ. നമുക്ക് കയ്യും മുഖമൊക്കെ വേറെ രീതിക്ക് കളറിൽ വരുമല്ലോ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ. അപ്പം അതിനൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു കാര്യം മാത്രം മതി. തൈര് മാത്രമായാലും മതി. ഇല്ലെങ്കിൽ തൈരിലൂടെ ഒത്തിരി 2-3 തുള്ളി തേനും കൂടി മിക്സ് ചെയ്ത് നമ്മൾ തേക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ്. ഇതവിടെ മുഖത്ത് കിടന്നിട്ട് ഇപ്പം 20 മിനിറ്റ് കറക്റ്റാണ് നോക്കിയിരുന്നിട്ട് കളയണമെന്നൊന്നുമില്ല. അത് മുഖത്ത് ഇരുന്നുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല. മുഖത്ത് ഉണ്ട് തന്നെ നമുക്ക് തോന്നില്ല. അപ്പോൾ അതവിടെ കിടന്നുകൊണ്ട് വലിയ കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ ഒത്തിരി നേരം മറന്നോന്ന് വെച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ എടുത്ത് കളയണമെന്നൊന്നുമില്ല. ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ഒരു മസാജ് കൊടുക്കുക. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പാക്ക് ഇടുമ്പോൾ നമുക്കറിയാലോ നമ്മുടെ സ്കിന്ന് അത് നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണിക്കില്ലേ. തൈരൊക്കെ നമ്മളിങ്ങനെ കാണിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് ആ ഒരു ഗ്ലേസിങ് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് തൈരിൻ്റെ കളറല്ല, തൈരിൻ്റെ ഉള്ളിലോട്ട് അബ്സോർവ് ആയിട്ടാണ് നമ്മുടെ സ്കിന്നെ നേരെയാക്കി കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ചൂടിലും ഇപ്പോഴത്തെ വെയിലിനും നമുക്ക് പറ്റിയിട്ടുള്ളൊരു പാക്ക് എന്ന് പറയുന്നത് ഈ വക കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ സ്കിന്നുകാരും അവരവരുടെ സ്കിന്നിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഓയിൽ സ്കിന്നുകാർ ഇപ്പോൾ തേച്ചുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോണില്ല. അവർക്ക് സ്കിന്ന് നല്ല നേരെയാക്കി എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. ഡ്രൈ ആയിട്ടുള്ളവർ ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഡ്രൈയിനെ നമുക്ക് നോർമലാക്കിയിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. ഡ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അവരുടെ മുഖം ഇങ്ങനെ ഒരു മൊരി പിടിച്ച പോലെ ആയിരിക്കും. അപ്പോൾ അതിനൊക്കെ നമുക്ക് നേരെയാക്കി നല്ല സ്മൂത്താക്കി കുറേ കളർ വയ്ക്കുന്നല്ല, സ്കിന്നിനെ നേരെയാക്കി കൊണ്ടുവരാനായിട്ട് ഈ ഒരു കാര്യം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.